ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ലീഗൽ T20 സീരീസിന്റെ പാർട്ട് 4 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സീരീസിൽ 3 വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കും. നമ്മുടെ പ്ലേലിസ്റ്റിൽ അത് കിടപ്പുണ്ട്. അപ്പോൾ പാർട്ട് 4 വീഡിയോയിലേക്ക് നമ്മൾ ഈ വീഡിയോയിലും 20 ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 20 MCQs നമ്മൾ ഡിസ്കസ് ചെയ്യും. നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ 3 സെക്കൻഡ് ടൈമും തരും. അതിനുശേഷം അതിൻ്റെ ആൻസറും അതിനനുബന്ധമായിട്ടുള്ള ഫാക്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷനാണ് വേണ്ടത്. ഓർത്തു വെക്കുക, നിങ്ങളുടെ സ്കോർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓരോ ശരി ഉത്തരത്തിനും 1 മാർക്കും, തെറ്റുത്തരത്തിന് -1. അതുപോലെ തന്നെ ഞാൻ ഇടയ്ക്ക് ഓരോരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് അതും ഒന്ന് റെസ്പോണ്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ കണ്ടന്റൊക്കെ ഹെൽപ്ഫുൾ ആണെങ്കിൽ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. ഹു ഡിസൈഡ്സ് ദ സൈസ് ആൻഡ് മെമ്പർഷിപ്പ് ഓഫ് യൂണിയൻ ക്യാബിനറ്റ്? ഓപ്ഷൻ എ പ്രസിഡന്റ്, ഓപ്ഷൻ ബി പ്രൈം മിനിസ്റ്റർ, ഓപ്ഷൻ സി ലോക്സഭ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇതിന്റെ ആൻസർ പ്രൈം മിനിസ്റ്റർ ആണ്. In a parliamentary system of government, Prime Minister is the real executive authority. അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ഈസ് ഓൾസോ നോൺ ആസ് ദ കീസ്റ്റോൺ ഓഫ് ദ ക്യാബിനറ്റ് ആർച്ച്. ഓക്കെ, പ്രൈം മിനിസ്റ്റർ ഈസ് നോൺ ആസ് ദ കീസ്റ്റോൺ ഓഫ് ദ ക്യാബിനറ്റ് ആർച്ച്. ഇനി പ്രൈം മിനിസ്റ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാ? പ്രൈം മിനിസ്റ്റർ ഈസ് അപ്പോയിന്റഡ് ബൈ പ്രസിഡന്റ് ആസ് പെർ ആർട്ടിക്കിൾ 75 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ആർട്ടിക്കിൾ 75 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമാണ് പ്രസിഡന്റ് ആണ് ആരെ അപ്പോയിന്റ് ചെയ്യുന്നത്? പ്രൈം മിനിസ്റ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് നോക്കാം. നമുക്ക് ഹൗ മെനി ലാംഗ്വേജസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ 8th ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? ഓപ്ഷൻ എ 14, ഓപ്ഷൻ ബി 12, ഓപ്ഷൻ സി 22, ഓപ്ഷൻ ഡി 15. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 22. ഇനി 8th ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദ ലാംഗ്വേജസ്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ദാറ്റ് ഈസ് ദ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാഡ് 14 ലാംഗ്വേജസ്. അറ്റ് പ്രസന്റ് ദർ ആർ 22 ലാംഗ്വേജസ് എന്ന് പറയുന്നത് 8th ഷെഡ്യൂളിൽ പറയുന്നുണ്ട്. ഓൾ ടോട്ടൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്ര ഷെഡ്യൂൾ ഉണ്ട്? അതിന്റെ ആൻസർ അറിയുന്നവർ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമുക്ക് എ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട് ക്യാൻ ഹോൾഡ് ദ ഓഫീസ് അപ് ടു ദ ഏജ് ഓഫ്? ഓപ്ഷൻ എ 58 years, ഓപ്ഷൻ ബി 62 years, ഓപ്ഷൻ സി 60 years, ഓപ്ഷൻ ഡി 65 years. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, ഇനി ദ ജഡ്ജ് ഓഫ് എ ഹൈക്കോർട്ട് ക്യാൻ ഹോൾഡ് ദ ഓഫീസ് അപ് ടു ദ ഏജ് ഓഫ് 62 years. ഹൈക്കോടതി ജഡ്ജിമാർക്ക് 62 വയസ്സ് വരെ ഓഫീസ് ഹോൾഡ് ചെയ്യാം. സുപ്രീം കോടതി ജഡ്ജി ആണെങ്കിൽ 65 വയസ്സ് വരെ ആ ഓഫീസ് ഹോൾഡ് ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമുക്ക് ഹു among the following decides if a particular bill is a money bill or not? ഓപ്ഷൻ എ പ്രസിഡന്റ്, ഓപ്ഷൻ ബി സ്പീക്കർ ഓഫ് ലോക്സഭ, ഓപ്ഷൻ സി ചെയർമാൻ ഓഫ് രാജ്യസഭ, ഓപ്ഷൻ ഡി ഫിനാൻസ് മിനിസ്റ്റർ. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, സ്പീക്കർ ഓഫ് ലോക്സഭ. ഇനി സ്പീക്കർ ഓഫ് ലോക്സഭ ഈസ് ദ പ്രിസൈഡിംഗ് ഓഫീസർ ഓഫ് ലോക്സഭ. ലോക്സഭയുടെ നാഥൻ എന്ന് പറയുന്നത് ആരാണ്? അത് സ്പീക്കറാണ്. ഇനി മണി ബില്ല് ഏത് ആർട്ടിക്കിളാണ് പറയുന്നത്? മണി ബിൽ ഈസ് ഡിഫൈൻഡ് ഇൻ ആർട്ടിക്കിൾ 110. 110 മണി ബില്ലിനെ പറ്റി പറയുന്നത്. സ്പീക്കർ ഓഫ് ലോക്സഭ ഹാസ് ദ സ്പെഷ്യൽ പവർ ടു സർട്ടിഫൈ എ മണി ബിൽ. ഒരു ബില്ല് മണി ബില്ലാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന ആരാണ്? അത് സ്പീക്കർ ഓഫ് ലോക്സഭയാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എ മണി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഓൺലി ഇൻ ലോക്സഭ. അത് ലോക്സഭയുടെ എക്സ്ക്ലൂസീവ് പവറാണ്. എ മണി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഓൺലി ഇൻ ലോക്സഭ ആൻഡ് വിത്ത് ദ പ്രയർ പെർമിഷൻ ഓഫ് പ്രസിഡന്റ്. വിത്ത് ദ പ്രയർ പെർമിഷൻ ഓഫ് പ്രസിഡന്റ്. ഓർത്ത് വയ്ക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമുക്ക് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ക്യാൻ ബി റിമൂവ്ഡ് ഫ്രം ഓഫീസ് ബൈ? ഓപ്ഷൻ എ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ബി ലോക്സഭ, ഓപ്ഷൻ സി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ഓപ്ഷൻ ഡി പാർലമെന്റ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, പാർലമെന്റ്. ആസ് പെർ ആർട്ടിക്കിൾ 61. Okay, as per Article 61,
ദ പ്രസിഡന്റ് ഈസ് റിമൂവ്ഡ് ബൈ ദ പ്രോസസ് കോൾഡ് ഇംപീച്ച്മെന്റ്. പ്രസിഡന്റിനെ റിമൂവ് ചെയ്യുന്ന ആ പ്രോസസ്സിന്റെ പേരാണ് ഇംപീച്ച്മെന്റ്. ഇനി എന്തൊക്കെ ഗ്രൗണ്ട്സിലായിരിക്കും ഇംപീച്ച്മെന്റ് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നത്? only one ground. Only ground is violation of constitution. Violation of constitution. Okay. Violation of constitution ഒറ്റ ഗ്രൗണ്ടിൽ മാത്രമാണ് പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ആർട്ടിക്കിൾ 61. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ നോക്കാം. ആറാമത്തെ ചോദ്യം. അണ്ടർ CRPC മജിസ്ട്രേറ്റ് ക്യാൻ ടേക്ക് കോഗ്നിസൻസ് ഓഫ് ആൻ ഒഫൻസ്. ഓപ്ഷൻ എ upon a complaint. ഓപ്ഷൻ ബി upon a police report. ഓപ്ഷൻ സി suo moto. ഓപ്ഷൻ ഡി all of the above. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദി അബോവ്. ഇനി കൊഗ്നിസൻസ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥമാണ് എന്താണ്? കൊഗ്നിസൻസ് എന്ന് പറഞ്ഞാൽ ഒരു ജഡ്ജിയോ അല്ലെങ്കിൽ ഒരു കോടതിയോ ഒരു മാറ്ററിലേക്ക് ജുഡീഷ്യൽ നോട്ടീസ് കൊണ്ടുവരികയാണ്, ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ജുഡീഷ്യൽ നോട്ടീസ് കൊണ്ടുവരിക എന്തിനു വേണ്ടി? ടു ഇനീഷ്യേറ്റ് ക്രിമിനൽ പ്രൊസീഡിങ്സ്. ഓക്കെ, ഒരു മാറ്റർ, ഒരു ക്രൈം ഇൻവോൾവ് ചെയ്യൂ എന്ന് പറയുന്ന ഒരു മാറ്ററിലേക്ക് ഒരു ജഡ്ജിയോ കോടതിയോ തന്റെ ജുഡീഷ്യൽ നോട്ടീസ് കൊണ്ടുവരിക, അതിനാണ് കൊഗ്നിസൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി കൊഗ്നിസൻസ് ഓഫ് ആൻ ഒഫൻസ് ബൈ മജിസ്ട്രേറ്റ്, അത് CRPCയിൽ ഏത് സെക്ഷനിലാണ് പറയുന്നത്? സെക്ഷൻ 190യിലാണ് പറയുന്നത്. ഓക്കെ, 190 CRPCയിൽ സെക്ഷൻ 190യിലാണ് കൊഗ്നിസൻസ് ഓഫ് ആൻ ഒഫൻസ് ബൈ മജിസ്ട്രേറ്റിനെ പറ്റി പറയുന്നത്. ഇനി പുതിയ നിയമമായ BNSSൽ എവിടെയാണ് പറയുന്നത്? 210 അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ പഴയതിൽ 190ലും പുതിയ നിയമത്തിൽ 210. ഇനി കൊഗ്നിസൻസ് ഓഫ് ആൻ ഒഫൻസ് ബൈ എ മജിസ്ട്രേറ്റ് എന്നാൽ നമുക്ക് ആ സെക്ഷൻ നമുക്ക് വായിച്ചു നോക്കാം. സബ്ജക്ട് ടു എനി പ്രൊവിഷൻസ് ഓഫ് ദിസ് ചാപ്റ്റർ എനി മജിസ്ട്രേറ്റ്, ആർക്കൊക്കെ? എനി മജിസ്ട്രേറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ്, അല്ലെങ്കിൽ ആൻഡ് എനി മജിസ്ട്രേറ്റ് ഓഫ് സെക്കൻഡ് ക്ലാസ് ആസ് എംപവേർഡ് ബൈ സബ്സെക്ഷൻ 2. സബ്സെക്ഷൻ 2ൽ പറയുന്ന എംപവർ ചെയ്യുന്ന സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിനാണ് എന്ത് ചെയ്യുന്നത്? കൊഗ്നിസൻസ് ഓഫ് ഒഫൻസ് എടുക്കാം എന്ന് പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങളിൽ, എന്തൊക്കെ ഇതിൽ? അപ്പോൺ റിസീവിങ് എ കംപ്ലൈന്റ് ഓഫ് ഫാക്ട്. ഇതാണ് 3 സർക്കംസ്റ്റാൻസസ്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൺ റിസീവിങ് എ കംപ്ലൈന്റ്, അല്ലെങ്കിൽ എന്താ? അപ്പോൺ റിസീവിങ് എ പോലീസ് റിപ്പോർട്ട്, അല്ലെങ്കിൽ എന്താ? അപ്പോൺ റിസീവിങ് എൻ ഇൻഫോർമേഷൻ ഫ്രം എ പേഴ്സൺ അതർ ദാൻ പോലീസ് ഓഫീസർ. പോലീസ് ഓഫീസർ അല്ലാത്ത ഒരു ആളുടെ ഇൻഫോർമേഷൻ കിട്ടുക, അല്ലെങ്കിൽ അപ്പോൺ ഹിസ് ഓൺ നോളേജ്, സുവോ മോട്ടോ ആയിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞ ചോദ്യത്തിൽ ഇത് 3 ഉണ്ട്. അപ്പോൾ അതാണ് ഓൾ ഓഫ് ദി എബവ് എന്ന നമ്മൾ ആൻസർ നമ്മൾ അവിടെ എടുത്തത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, കൊഗ്നിസൻസ് ഓഫ് ആൻ ഒഫൻസ് ബൈ മജിസ്ട്രേറ്റ് പറയുന്നത് 190 CRPCയിലാണ്, പുതിയ നിയമത്തിൽ 210. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നമുക്ക് 7ാമത്തെ ചോദ്യം. ദ വേർഡ് ട്രയൽ ഈസ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ ഡാഷ് ഓഫ് CRPC. ഓപ്ഷൻ എ 2G, ഓപ്ഷൻ ബി സെക്ഷൻ 300, ഓപ്ഷൻ സി 228, ഓപ്ഷൻ ഡി നോട്ട് ഡിഫൈൻഡ് ഇൻ ദ കോഡ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, നോട്ട് ഡിഫൈൻഡ്. ഇത് നമ്മുടെ കോഡിൽ, അതിപ്പോ പുതിയ നിയമമായ BNSSലായിക്കോട്ടെ പഴയ CRPCയിലായിക്കോട്ടെ എവിടെയും ട്രയൽ എന്താന്ന് ഡിഫൈൻ ചെയ്യുന്നില്ല. ഇൻക്വയറി എന്താന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട്, ട്രയൽ എവിടെ എന്താന്നുള്ളത് ഒന്ന് ഡിഫൈൻ. ഇനി പുതിയ നിയമത്തിൽ BNSSലും നമ്മുടെ പഴയ CRPCയിലും സെക്ഷൻ 2 ആണ് ഡെഫിനീഷൻസ്. ഓക്കെ, സെക്ഷൻ 2ലാണ് ഡെഫിനീഷൻസ് എല്ലാം പറയുന്നത്. ഇനി സെക്ഷൻ 2G വളരെ പ്രധാനപ്പെട്ട ഒരു വേർഡ് ഡിഫൈൻ ചെയ്യുന്നത് കൊഗ്നൈസബിൾ ഒഫൻസ്. കൊഗ്നൈസബിൾ ഒഫൻസ് എന്താന്ന് ഡിഫൈൻ ചെയ്യുന്നത് സെക്ഷൻ 2G ഓഫ് BNSS. ഓക്കെ, 2G ഓഫ് BNSS ഡിഫൈൻ കൊഗ്നൈസബിൾ ഒഫൻസ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമുക്ക് വാട്ട് ഈസ് ദ ഏജ് ഓഫ് ചൈൽഡ് ടു ഗെറ്റ് ഇമ്മ്യൂണിറ്റി ഫ്രം ക്രിമിനൽ ലയബിലിറ്റി? ഓപ്ഷൻ എ ലെസ് ദാൻ 10 years, ഓപ്ഷൻ ബി ലെസ് ദാൻ 7 years, ഓപ്ഷൻ സി ലെസ് ദാൻ 8 years, ഓപ്ഷൻ ഡി ലെസ് ദാൻ 14 years. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, ലെസ് ദാൻ 7 years. നമ്മുടെ പഴയ നിയമമായ IPCയിൽ സെക്ഷൻ 82ലാണ് ആക്ട് ഓഫ് എ ചൈൽഡ് അണ്ടർ 7 years ഓഫ് ഏജിനെ പറ്റി പറയുന്നത്. ഓക്കെ, ഇനി പുതിയ നിയമത്തിൽ നമ്മുടെ BNSൽ ഇതിലാണ് പറയുന്നത് സെക്ഷൻ 20യിൽ. ഓക്കെ, അപ്പൊ BNSൽ സെക്ഷൻ 20യിലും IPCയിൽ സെക്ഷൻ 82ലാണ് ആക്ട് ഓഫ് എ ചൈൽഡ് അണ്ടർ 7 years. അതിൽ എന്താ പറയുന്നത്? നത്തിങ് ഈസ് ആൻ ഒഫൻസ് വെൻ ഡൺ ബൈ എ ചൈൽഡ് അണ്ടർ 7 years ഓഫ് ഏജ്. 7 വയസ്സിന് താഴെ ഒരു കുട്ടി എന്ത് തെറ്റ് ചെയ്താലും, എന്ത് ക്രൈം ചെയ്താലും അത് ക്രൈം ആയിട്ട് നിലനിൽക്കില്ല. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. വാട്ട് ഈസ് ദ മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് റിക്വയർഡ് ടു കമ്മിറ്റ് ഡക്കോയിറ്റി? ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 6, ഓപ്ഷൻ സി 2, ഓപ്ഷൻ ഡി 10. ഇതിന് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 5 ആണ്. ഓക്കെ, വെൻ 5 or more persons
commit robbery or attempt to commit robbery, then it becomes dacoity. Dacoity എന്ന് പറഞ്ഞാൽ എന്താ, അഞ്ചിലധികം പേരോ റോബറി കമ്മിറ്റ് ചെയ്യുക അല്ലെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യുക. അപ്പോൾ എന്തായി, ഡക്കോയിറ്റി. അപ്പോൾ 5 ആണ് ഇവിടെ ആൻസർ ആയി വരുന്നത്. ഇനി നമ്മുടെ പുതിയ നിയമമായ ഭാരതീയ ന്യായ സംഹിതയിൽ സെക്ഷൻ 310 ഡക്കോയിറ്റിനെ പറ്റി പറയുന്നത്. 310 ഓഫ് BNS ആണ് ഡക്കോയിറ്റിനെ പറ്റി പറയുന്നത്. ഓക്കെ, ഇനി പഴയ നിയമത്തിൽ അതായത് IPC നമ്മുടെ ഡക്കോയിറ്റി എവിടെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, ഡക്കോയിറ്റിനെ പറ്റി എവിടെയാണ് പറയുന്നുള്ള സെക്ഷൻ എന്ന് അറിയുന്നവരെന്ന് കമന്റ് ചെയ്യുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമുക്ക് The case of Bachchan Singh versus State of Punjab is concerned with option A, capital punishment India, option B, custody of under trial prisoners, option C, prosecution for attempted suicide, option D, none of the above. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ക്യാപിറ്റൽ പണിഷ്മെന്റ് ഇൻ ഇന്ത്യ. ഒരു ലാൻഡ്മാർക്ക് കേസാണ് ബച്ചൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്. വേറൊരു ഫേമസ് കേസ് ഉണ്ട്, DK ബാസു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ. അത് എന്തിനെ പറ്റിയാണ് ഡീൽ ചെയ്യുന്നത്, അത് കസ്റ്റോഡിയൽ ഡെത്തിനെ പറ്റിയാണ് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, കസ്റ്റഡി മരണങ്ങളെ പറ്റി ഡീൽ ചെയ്യുന്ന അതിനായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ലാൻഡ്മാർക്ക് ആയിട്ടുള്ള കേസാണ് DK ബാസു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നമുക്ക് ദ കോൺസെപ്റ്റ് ഓഫ് ഫ്രീ ലീഗൽ എയ്ഡ് ടേക്സ് ഇറ്റ്സ് റൂട്ട് ഫ്രം വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഓപ്ഷൻ എ 30, ഓപ്ഷൻ ബി 38, ഓപ്ഷൻ സി 39, ഓപ്ഷൻ ഡി 39A. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ആർട്ടിക്കിൾ 39A. ആസ് പെർ ആർട്ടിക്കിൾ 39A ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ഫോർ ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ്. അപ്പൊ ആർട്ടിക്കിൾ 39A എന്താ പറയുന്നത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 39A എന്താ പറയുന്നത്, ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ്. ഈ ഒരു ആർട്ടിക്കിളിനെ സപ്പോർട്ടീവ് ആയിട്ട് വന്ന ലെജിസ്ലേഷൻ ആണ് ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്ട് 1987. ഓക്കെ, ഈ ഒരു ആർട്ടിക്കിളിന് അനുസൃതമായിട്ട് വന്നിട്ടുള്ള ഒരു നിയമമാണ് ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്ട് 1987. ഈ ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്ട് പ്രകാരം നാഷണൽ ലെവലിൽ ഒരു നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു. നമ്മുടെ സ്റ്റേറ്റ് ലെവലിൽ സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റുകളിൽ ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റി, അതുപോലെ താലൂക്ക് ബേസിൽ താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റി, ഇതൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഈ ഒരു സ്റ്റാറ്റ്യൂട്ട് പ്രകാരം. എന്താണ് ലീഗൽ സർവീസ് എന്ന് പറഞ്ഞാൽ എന്താ, ടു പ്രൊവൈഡ് ഫ്രീ ലീഗൽ എയ്ഡ് ടു ഡിസഡ്വാൻറ്റേജ് സെക്ഷൻസ് ഓഫ് സൊസൈറ്റി. സമൂഹത്തിൽ ഏറ്റവും ഡൗൺ ട്രോഡനായി താഴേക്കടയിൽ കിടക്കുന്ന ഫിനാൻഷ്യൽ ആയിട്ട് ബാക്ക്വേർഡ് ഉള്ള ആൾക്കാർക്ക് ലീഗൽ എയ്ഡ് കൊടുക്കുക, അതുവഴി ഫ്രീ എന്താ പറയുക ഈക്വൽ ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഈ സ്റ്റാറ്റ്യൂട്ട് പാസ് ചെയ്യുന്നതും. അതിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ ഏത് ആർട്ടിക്കിൾ 39A. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം നമുക്ക്. വിച്ച് വാസ് ദ സ്റ്റേറ്റ് ലോ ഇൻവോൾവ് ഇൻ കേശവാനന്ദ ഭാരതീസ് കേസ്? ഓപ്ഷൻ എ കേരള ലാൻഡ് റിഫോംസ് ആക്ട്, ഓപ്ഷൻ ബി കേരള എഡ്യൂക്കേഷൻ ആക്ട്, ഓപ്ഷൻ സി കേരള സ്റ്റാമ്പ് ആക്ട്, ഓപ്ഷൻ ഡി കേരള അബ്കാരി ആക്ട്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, കേരള ലാൻഡ് റിഫോംസ് ആക്ട്. ഇനി കേശവാനന്ദ ഭാരതി കേസ് എന്ന് ഭയങ്കര ഒരു വലിയൊരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് ആണ്, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ്. നിങ്ങൾ ലോ കോളേജിൽ കയറുമ്പോഴായാലും ഏറ്റവും തവണ എന്താ പറയുക കേൾക്കുന്ന ഒരു കേസാണ് കേശവാനന്ദ ഭാരതി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്നത്. ഇനി കേശവാനന്ദ ഭാരതി കേസിലാണ് സുപ്രീം കോർട്ട് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ എന്ന് പറഞ്ഞൊരു സാധനം എസ്റ്റാബ്ലിഷ് ചെയ്തത്. ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കേശവാനന്ദ ഭാരതി കേസിൽ ഈ ആസ് പെർ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ അല്ലെങ്കിൽ ആസ് പെർ കേശവാനന്ദ ഭാരതി കേസ് പാർലമെന്റ് ക്യാൻ അമെൻഡ് എനി പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഏത് ഭാഗവും പാർലമെന്റ് അമെൻഡ് ചെയ്യാം, നോ ഡിസ്റ്റർബിങ് ഇറ്റ്സ് ബേസിക് സ്ട്രക്ചർ ഡിസ്റ്റർബ് ചെയ്യാണ്ട് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് ഭാഗവും പാർലമെന്റിന് അമെൻഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇനി അമെൻമെന്റിനെ പറ്റി പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ ഏതാ അറിയുന്നവർ കമന്റ് ചെയ്യാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. ദ ഷാ ബനോ കേസ് ഈസ് റിലേറ്റഡ് ടു ഓപ്ഷൻ എ മുസ്ലിം വൈഫ്സ് റൈറ്റ് ടു ഡൈവേഴ്സ്, ഓപ്ഷൻ ബി മുസ്ലിം വൈഫ്സ് റൈറ്റ് ടു മെയിൻ്റനൻസ് ആഫ്റ്റർ ഡൈവേഴ്സ്, ഓപ്ഷൻ സി മുസ്ലിം വൈഫ്സ് റൈറ്റ് ടു ഹസ്ബൻഡ്സ് പ്രോപ്പർട്ടി, ഓപ്ഷൻ ഡി മുസ്ലിം വൈഫ്സ് റൈറ്റ് ടു സെപ്പറേഷൻ. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, മുസ്ലിം വൈഫ്സ് റൈറ്റ് ടു മെയിൻ്റനൻസ് ആഫ്റ്റർ ഡൈവേഴ്സ്. ഈ കേസിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മുന്നേ നമ്മുടെ സീരീസിന്റെ ഒരു വീഡിയോയിൽ ഒരു ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് നോക്കുക. അപ്പോൾ നമ്മൾ കൂടുതൽ അഡീഷണൽ ആയിട്ട് ഇതിലൊന്നും പറയുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യ ഹാസ് എ സിംഗിൾ ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി അൺലൈക്ക് ഓപ്ഷൻ എ ഇംഗ്ലണ്ട്, ഓപ്ഷൻ ബി USA, ഓപ്ഷൻ സി ചൈന, ഓപ്ഷൻ ഡി ശ്രീലങ്ക.
അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, USA ആണ് എൻ്റെ ആൻസർ. ഇനി ഇന്ത്യയിൽ ഒരു സിംഗിൾ ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യറി ആണുള്ളത് വിത്ത് സുപ്രീം കോർട്ട് അറ്റ് ദ അപ്പെക്സ് ലെവൽ. അത് കഴിഞ്ഞാൽ എന്താണ് ഹൈക്കോർട്ട്സ്, അത് കഴിഞ്ഞാൽ പിന്നെ എന്താ ട്രയൽ കോടതികൾ. ഓക്കെ, അപ്പോൾ ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ജുഡീഷ്യറിന് ഏറ്റവും അപ്പെക്സ് പൊസിഷനിൽ സുപ്രീം കോർട്ടാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നമുക്ക് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ഓഫ് സുപ്രീം കോർട്ട് കൺസിസ്റ്റ് ഓഫ് അറ്റ്ലീസ്റ്റ് ഓപ്ഷൻ എ 3 ജഡ്ജസ്, ഓപ്ഷൻ ബി 5 ജഡ്ജസ്, ഓപ്ഷൻ സി 6 ജഡ്ജസ്, ഓപ്ഷൻ ഡി നൺ. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 5 ജഡ്ജസ്. കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് എന്ന് പറയുന്നത് മിനിമം 5 വരണം, 5 ഓർ മോർ. ഓക്കെ, മിനിമം 5 ആണ് വരുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. നമുക്ക് wrongful assumption of public office can be vacated by the writ of option A mandamus, option B certiorari, option C prohibition, option D quo warranto. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, കോ വാറന്റോ ആണ് ആൻസർ. ഓക്കെ, നമുക്കറിയാം റിറ്റ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് നമ്മൾ എവിടെ നിന്ന് എടുക്കുന്നത്? ദ കൺസെപ്റ്റ് ഓഫ് റിറ്റ് ഈസ് ടേക്കൺ ഫ്രം UK, യുണൈറ്റഡ് കിങ്ഡത്തിനാണ് റിറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എടുത്തിട്ട്. ദർ ആർ 5 റിറ്റ്സ്, 5 റിറ്റ്സ് ആണ് ഉള്ളത്. അതിൽ ഈ കോ വാറന്റോ എന്ന് പറയുന്ന റിറ്റ് എന്താണ്? ഇൻ ദ റിറ്റ് ഓഫ് കോ വാറന്റോ ദ കോർട്ട് എൻക്വയേഴ്സ് ഇൻ ടു ദ ലീഗാലിറ്റി ഓഫ് ക്ലെയിം ഓഫ് എ പേഴ്സൺ ടു എ പബ്ലിക് ഓഫീസ് ആൻഡ് oust him if he is not eligible to hold that office. കോടതി എന്ത് എൻക്വയറി ചെയ്യും? ആ പേഴ്സൺ അങ്ങനെ ഒരു പബ്ലിക് ഓഫീസ് ഹോൾഡ് ചെയ്യാൻ കേപ്പബിൾ ഉള്ള ആളാണോ, എലിജിബിൾ ആയ വ്യക്തിയാണോ? എലിജിബിൾ അല്ലെങ്കിൽ കോടതി എന്ത് ചെയ്യും? അയാളോട് ആ ഓഫീസ് വിട്ടൊഴിഞ്ഞ് പോകാൻ പറയും, അല്ലെങ്കിൽ ആ പൊസിഷനിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയും. അതാണ് എന്ത് പറയുന്നത്? കോ വാറന്റോ റിറ്റ് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നമുക്ക് മുസ്ലിം മാരേജ് ഈസ് എ ഓപ്ഷൻ എ ഡിവൈൻ കമാൻഡ്മെന്റ്, ഓപ്ഷൻ ബി സാക്രിമെന്റ്, ഓപ്ഷൻ സി സിവിൽ കോൺട്രാക്ട്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോവ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, സിവിൽ കോൺട്രാക്ട്. ഹിന്ദു മാരേജ് ഈസ് എ സാക്രിമെന്റ്. ഹിന്ദു മാരേജ് ഒരു സാക്രിമെന്റ് ആണ്, മുസ്ലിം മാരേജ് എന്ന് പറയുന്ന ഒരു സിവിൽ കോൺട്രാക്ട് ആണ്. ഓക്കെ, ഇത് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. The expression dying intestate refers to option A dying in midst of legal transaction, option B dying heavily indebted, option C dying without leaving a will, option D dying without a penny. ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്, ഡൈയിങ് വിത്തൗട്ട് ലീവിങ് എ വിൽ. ഇത് സക്സഷൻ ആക്ടിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു ചോദ്യമാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നമുക്ക് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് പ്രിസൈഡ് ഓവർ ബൈ എ നോൺ മെമ്പർ? ഓപ്ഷൻ എ ലോക്സഭ, ഓപ്ഷൻ ബി രാജ്യസഭ, ഓപ്ഷൻ സി വിധാൻസഭ, ഓപ്ഷൻ ഡി വിധാൻ പരിഷത്ത്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് രാജ്യസഭ. ഹു ഈസ് ദ പ്രിസൈഡിംഗ് ഓഫീസർ ഓഫ് രാജ്യസഭ? വൈസ് പ്രസിഡന്റ് ഈസ് ദ പ്രിസൈഡിംഗ് ഓഫീസർ ഓഫ് രാജ്യസഭ. വൈസ് പ്രസിഡന്റ് മറ്റേ രാജ്യസഭ മെമ്പർ ഒന്നും അല്ല. ഓക്കെ, സോ വൈസ് പ്രസിഡന്റ് ഹാസ് ഡുവൽ റോൾ, 2 റോളാണ്. വൈസ് പ്രസിഡന്റ് ആയിട്ട് ഇരിക്കുകയും വേണം, രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആയിട്ട് ഇരിക്കുകയും വേണം. ഓക്കെ, രാജ്യസഭ ഈസ് എ പെർമനന്റ് ബോഡി ആൻഡ് നോട്ട് സബ്ജക്ട് ടു ഡെസൊല്യൂഷൻ. ഓർത്ത് വയ്ക്കുക. നമ്മൾ ഇതിനെപ്പറ്റി മുന്നൊരു വീഡിയോയിൽ ലീഗൽ T20 സീരീസിലെ പഴയൊരു വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ 20ാമത്തെ. ടു ഹും ക്യാൻ എ കേസ് ഓഫ് ഡിസ്പ്യൂട്ട് ഇൻ എലക്ഷൻ ഓഫ് president can be referred? Option A chief election commissioner, option B parliament, option C supreme court of India, option D none of the above. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. എനി ഡിസ്പ്യൂട്ട്സ് റിലേറ്റിംഗ് ടു ദി എലക്ഷൻ ഓഫ് പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ് ഈസ് ഡിസൈഡഡ് ബൈ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. സുപ്രീം കോടതിയാണ് വൈസ് പ്രസിഡന്റോ പ്രസിഡന്റോ ഇലക്ഷൻ തമ്മിൽ എന്തെങ്കിലും തർക്കം വന്നു കഴിഞ്ഞാൽ സുപ്രീം കോടതിയാണ് ഡീൽ ചെയ്യുന്നത്. ഇനി പ്രസിഡൻഷ്യൽ ഇലക്ഷനെ പറ്റി പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ ഏതാ? ആർട്ടിക്കിൾ 54. ആർട്ടിക്കിൾ 54. ഇനി ആർട്ടിക്കിൾ 52 എന്താ? ആർട്ടിക്കിൾ 52 പ്രൊവൈഡ്സ് ഫോർ എ പ്രസിഡന്റ് വേണം എന്ന് പറയുന്നതിൽ പ്രസിഡന്റിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 52. 54 എന്താ പറയുന്നത്? എലക്ഷൻ ഓഫ് പ്രസിഡന്റ്. ഇനി ഞാൻ നിങ്ങൾക്കൊരു ചോദ്യം തരാം. ഹു അഡ്മിനിസ്റ്റേഴ്സ് ദ ഓത്ത് ഓഫ് ഓഫീസ് ടു ദ പ്രസിഡന്റ്? ആരാണ് പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്? അറിയുന്നവര് ആൻസർ കമന്റ് ചെയ്യാം. അപ്പോൾ 20 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, അതിൻ്റെ ആൻസേഴ്സ് നമ്മൾ നോക്കി, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ ടൈമും തന്നു, അതുപോലെ തന്നെ അനുബന്ധമായിട്ടുള്ള ഫാക്റ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. ഓക്കെ, അപ്പോൾ ഇനിയും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ലീഗൽ T20 സീരീസിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പ് ഡെഫിനറ്റ്ലി ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് മെയിൻ, ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ. അപ്പോൾ താങ്ക് യു.